അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ അതിക്രൂരമായി ഉപദ്രവിക്കുകയാണ് ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്. എങ്ങനെയാണ് ആ സംഭവം ഉണ്ടായതെന്നും കഅബാലയത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അത് നടന്നതെന്നും ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വിശദീകരിക്കാം. ആ ചരിത്രത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുപ്പമുണ്ടായിരുന്ന ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്തിനെ ഉഖ്ബത്ത് ബിൻ ഖലഫാണ് പിന്തിരിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന് ജനങ്ങൾ പറയുന്നത് കൊണ്ട് അത് തിരുത്താൻ വേണ്ടി എന്തെങ്കിലും പ്രതികാര നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യണം എന്ന് ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്തിനെ പ്രേരിപ്പിക്കുന്നത് ഉഖ്ബത്ത് ബിൻ ഖലഫാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനമധ്യത്തിൽ ഏറ്റവും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് ചെയ്തതാണ് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ തൊട്ടടുത്ത്, ആ കഅബാലയത്തിൻ്റെ വാതിലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന മെഹജൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പഴയ കാലത്ത് അവിടെ ഒരു കുഴിയായിരുന്നുവെന്നും അവിടെ വെച്ചാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആനും അതുപോലെ പല അധ്യാപനങ്ങളും നിസ്കാരം പഠിപ്പിച്ചത് എന്നും ചരിത്രത്തിൽ കാണാം. ആ മെഹ്ജൻ്റെ ഭാഗത്ത് വെച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഈ സംഭവം ഉണ്ടായത് എന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മെഹ്ജൻ എന്ന് പറയുന്ന ഭാഗം കഅബാലയത്തിൻ്റെ ഡോറിൻ്റെ ഏകദേശം വലതുവശത്തായി അവിടെ ഒരു ചുവന്ന കല്ലുകൾ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും അവിടെ നിസ്കരിച്ചു കൊണ്ടിരുന്ന മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് തൊട്ടടുത്ത് കിടന്ന ചീഞ്ഞ് നാറാൻ തുടങ്ങിയ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിൻ്റെ കുടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് എടുത്തിടുകയാണ് ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് ചെയ്തത്. ആ സമയത്ത് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അതുപോലെ ഉഖ്ബത്ത് ബിൻ ഖലഫും ഒക്കെ കഅബാലയത്തിൽ എല്ലാവരും വളരെ പരിഹസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് ഈ കുടൽമാല വലിച്ചിടുന്നത് കണ്ട് ഉച്ചത്തിൽ ആക്രോശിച്ച് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് ഇത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദിൽ നിന്ന് ഉയരാൻ സാധിച്ചില്ല. മകളായ ഫാത്തിമ ബി റളിയല്ലാഹു തആല എന്ന ചെറിയ പ്രായമാണെങ്കിലും മഹദികൾ ഓടി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നിന്ന് അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ തള്ളി മാറ്റുകയും ചെയ്ത് അവസാനം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല ഉയർത്താൻ സാധിച്ചത്. ഇത് കണ്ട് ആദ്യം ഫാത്തിമ ബി റളിയല്ലാഹു തആല അവരെ ശപിക്കുകയും ശേഷം ഓരോരുത്തരെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവെ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്തിനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. അള്ളാഹുവെ അബൂജഹലിനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. അള്ളാഹുവെ ഉത്ബത്ത് ബിൻ റബീഅയെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഷൈബത്ത് ബിൻ റബീഅയെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇവരെ ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുകയും വളരെ മോശമാക്കുകയും ഇത്രയധികം ക്രൂരമായ സംഭവം ഉണ്ടാക്കുകയും ചെയ്തതുകൊണ്ട് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് അവരുടെ കാര്യം അള്ളാഹുവിൻ്റെ പക്കലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിദാരുണമായ ആ ദുരന്തം ശത്രുക്കൾ ഏൽപ്പിച്ചത് ഈ കഅബാലയത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. കഅബ സാക്ഷിയാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം കൈകാര്യം ചെയ്യാതെ സഹാബാക്കൾക്ക് മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കുകയും ബദറിൽ വെച്ച് മധുരമായി ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ബദരീങ്ങളുടെ കൈകൊണ്ട് തന്നെ ഈ ശത്രുക്കൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത പോലെ ഓരോ ശത്രുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവരെ കൈകാര്യം ചെയ്യുകയും ജനങ്ങളുടെ മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും നികൃഷ്ടരാക്കുകയും ചെയ്തു. അതിന് സാക്ഷിയായ പരിശുദ്ധമായ കഅബാലയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്കിട്ട കുടൽമാല അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അത് പൂർണ്ണമായി തൊടാതെ സംരക്ഷിച്ചുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക്, ശരീരത്തിലേക്ക് തൊടാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിന്നുവെന്നും മഹാരഥന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് ചവിട്ടുകയും ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് തുപ്പുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് തുപ്പുമ്പോൾ പെട്ടെന്നൊരു കാറ്റ് വരികയും അവൻ്റെ തുപ്പൽ, അവൻ്റെ ആ കാർക്കിച്ചിട്ടുള്ള കഫം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ആ കാറ്റ് വന്ന് ആ കഫത്തെ
ദൂരേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് ചവിട്ടിയ, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ അതേ പ്രകാരം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് കുടൽമാലയിട്ട ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്താണ് ഏറ്റവും വലിയ ഹതഭാഗ്യനും ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങുന്നവനും. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവന് വലിയ ശിക്ഷ നൽകി. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു വലിയ ശിക്ഷയാണ് അവന് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രാവശ്യം ഉഖബത്ത് ബിൻ ഖലഫിൻ്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും അവസാനം ഈ ലോകത്ത് ഏറ്റവും വലിയ ഹതഭാഗ്യൻ എന്ന് മഹാരഥന്മാരും ഇമാമുമാരും വിശേഷിപ്പിച്ചത് ഈ ഉഖബത്ത് ബിൻ ഖലഫിനെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം കൊണ്ടാണ് അവൻ ഉഹദിൽ വെച്ച് വധിക്കപ്പെടുന്നത്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ ഒരു നബിയുടെ കരം കൊണ്ട് വധിക്കപ്പെടുന്നവനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യൻ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.